കപ്പാസിറ്ററിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. ഓക്കെ, അതായത് കപ്പാസിറ്ററുകളുടെ സംയോജനം. കപ്പാസിറ്റർ ഏതൊക്കെ രീതിയിൽ കണക്ട് ചെയ്യാം? ഒന്ന് സീരീസ് അറേഞ്ച്മെൻറ്റും നടത്താം, അതുപോലെ തന്നെ പാരലൽ അറേഞ്ച്മെൻറ്റും നടത്താം. അതായത് ശ്രേണ രീതിയിലും കപ്പാസിറ്ററുകൾ നമുക്ക് അറേഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ സമാന്തര രീതിയിലും കപ്പാസിറ്ററുകൾ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, സീരീസ് കണക്ഷനിലാണെങ്കിൽ എന്താണ്? കപ്പാസിറ്റർ എൻഡ് ടു എൻഡ് ആണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഒരു കപ്പാസിറ്ററിൻ്റെ ഒരു എൻഡിൽ നിന്ന് മറ്റേ കപ്പാസിറ്റർ C2ൻ്റെ എൻഡിൽ നിന്ന് C3 ഇത്തരത്തിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇവർക്ക് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് V ആണ്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കപ്പാസിറ്ററിലുമുള്ള ചാർജ് സെയിം ആയിരിക്കും. ഇതാണ് സീരീസ് കണക്ഷൻ്റെ പ്രോപ്പർട്ടി. ചാർജ് വിൽ ബി സെയിം ഓൺ ഈച്ച് കപ്പാസിറ്റർ. ഓക്കെ, അപ്പോൾ ചാർജ് റിമെയിൻസ് ദി സെയിം. ചാർജ് ഇസ് ദി സെയിം. ഓക്കെ, ചാർജ് ഇസ് ദി സെയിം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ അവിടെ എന്താ കാണാൻ സാധിക്കുന്നത്? ഇതിനകത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യസ്തമായിരിക്കും. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ നമുക്ക് എഴുതാം. ടോട്ടൽ പൊട്ടൻഷ്യൽ എഴുതുകയാണെങ്കിൽ എഴുതാം V = V1 + V2 + V3 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. എന്താണ് ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്? V1 + V2 + V3. ഈച്ച് കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു? ക്യാരീസ് സെയിം എമൗണ്ട് ഓഫ് ചാർജ്. അത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ V നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? V = V1 എങ്ങനെ എഴുതാം? എഴുതാം V1 = the potential difference to the capacitor C1, that is equal to Q = CV എന്നതാണ് ഫോർമുല. Q = CV. അപ്പോൾ V = Q/C. ഓക്കെ, അപ്പോൾ Q/C1 എന്ന് എഴുതാം. V2 = Q/C2 എന്ന് എഴുതാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? അത് ഞാനിവിടെ എഴുതുന്നില്ല. V1 എന്ന് വെച്ച് കഴിഞ്ഞാൽ C1യിലൂടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, V2 എന്ന് വെച്ചാൽ C2യിലൂടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, V3 എന്നാൽ C3 എന്ന കപ്പാസിറ്ററിലൂടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അപ്പോൾ V = Q/C ഇതിട്ട് കൊടുക്കുമ്പോഴത്തേനും V3 = Q/C3. ഓക്കെ, ഇനി Vനെ നമുക്ക് എങ്ങനെ എഴുതാം? Q/C അല്ലേ? അത് ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ V = Q/C. V = Q/C. Q/C = Q/C1 + Q/C2 + Q/C3 എന്ന് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി Q എന്താണ്? സെയിം ആണ്. Qനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും 1/C = 1/C1 + 1/C2 + 1/C3. ഓക്കെ, അപ്പോൾ എന്താ എടുക്കേണ്ടത്? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് കഴിയുമ്പോഴത്തേനും C നമുക്ക് കിട്ടും, which is equal to ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ C എന്ത് ചെയ്യുക? ടോട്ടൽ ആൻസർ വരുമ്പോഴത്തേനും Cൻ്റെ റെസിപ്രോക്കൽ നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പോൾ ടോട്ടൽ ആൻസർ ഒരു ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കുമ്പോഴത്തേനും 1/C എന്നുള്ളത് C എന്ന് എടുക്കണം. അത് മറക്കരുത്. ഓക്കെ, ഇനി ഇതിനകത്ത് ഇവിടെ കാണാൻ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ് നമുക്ക് എന്തിനു യൂസ് ചെയ്യാം? കപ്പാസിറ്റൻസ് വാല്യൂ റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ സീരീസ് അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്യുക. ഇനി കപ്പാസിറ്റൻസ് വാല്യൂ എത്രയായിരിക്കും? നമ്മളിപ്പോൾ കോമ്പിനേഷൻ എടുക്കുന്നു. അതായത് 3 മൈക്രോഫാരഡ് അല്ലെങ്കിൽ 6 മൈക്രോഫാരഡ്, 8 മൈക്രോഫാരഡ് കപ്പാസിറ്റേഴ്സ് എടുത്തിട്ട് അതിൻ്റെ സീരീസിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഏറ്റവും കുറവ് വാല്യൂ ഏതിനായിരുന്നു? 3 മൈക്രോഫാരഡിനായിരുന്നു അല്ലേ? അപ്പോൾ 3 മൈക്രോഫാരഡിനേക്കാളും കുറവായിരിക്കും ഈ ഒരു കപ്പാസിറ്റൻസ് വാല്യൂ. മിനിമം കപ്പാസിറ്റൻസ് വാല്യൂ ആണ് സീരീസ് അറേഞ്ച്മെൻറ്റ് നമുക്ക് നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ ക്ലിയർ ആയി കാണുമല്ലോ. അടുത്തത് ഒരു ന്യൂമറിക്കലാണ്. 3 capacitors each of capacitance 9 picofarad are connected in series. ഓക്കെ, സീരീസ് കണക്ഷനിലാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. വാട്ട് ഇസ് ടോട്ടൽ കപ്പാസിറ്റൻസ്? ടോട്ടൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? 1/C = 3 എന്നാണ് അല്ലേ? 1/C1 + 1/C2 + 1/C3. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 1/C = സെയിം ആണ് C എന്നുണ്ടെങ്കിൽ 3 × 1/C എന്ന് ചെയ്താൽ മതിയാവുമല്ലോ, അല്ലെങ്കിൽ 3/C അല്ലേ? അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? 3 × 1/9 എന്ന് എടുക്കാമല്ലോ. സോ ദാറ്റ് ഗിവ്സ് യു 3/9 അല്ലേ? ദാറ്റ് ഈസ് 1/3 എന്നാണ് കിട്ടുന്നത്. 1/3 × 10⁻⁻12 എന്നാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 3 × 10⁻12 ഫാരഡ്, അല്ലെങ്കിൽ 3 × 10⁻12 വേണ്ട, പൈക്കോ ഫാരഡിൽ എഴുതുമ്പോൾ 3 പൈക്കോ ഫാരഡ് എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. എന്താണ്?
3 picofarad. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അത് സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ, അത് നമുക്ക് അപ്പുറത്ത് ചെയ്യാം. What is the potential difference across each capacitor if the combination is connected to a 120 volt supply? ഓക്കെ, അപ്പോൾ എന്ത് കണക്ഷനിലായിരുന്നു? സീരീസ് കണക്ഷനിലായിരുന്നു. ഓക്കെ, ഇത്തരത്തിലായിരുന്നു അവർ കണക്ട് ചെയ്തിരുന്നത് എന്ന് കരുതുക. ഓക്കെ, ഇവർക്ക് അക്രോസ് ഉള്ള ഒരു പൊട്ടൻഷ്യലാണ് വി എന്ന് പറയുന്നത്. C1, C2, C3. കപ്പാസിറ്റൻസ് എത്രയാണ്? 9 picofarad ആയിരുന്നു. 9 picofarad. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് C1, C2, C3യുടെ വോൾട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം സീരീസ് കണക്ഷനാണ്, ചാർജ് ആണ് സെയിം. ആ ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തറിയാം? V is equal to V1 plus V2 plus V3 എന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ആ ഒരു വിനെ നമുക്ക് എങ്ങനെ എഴുതാം? ചാർജിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും ടേംസിൽ വിനെ നമുക്ക് എങ്ങനെ എഴുതാം? Q is equal to CV ആണ് അല്ലേ? സോറി, Q is equal to CV നമ്മൾ എഴുതാറുണ്ട്. അപ്പോൾ V is equal to Q by C. ഓക്കെ, അപ്പോൾ വിനെ നമുക്ക് എഴുതാം Q by C1 plus Q by C2 plus Q by C3 എന്ന് നമുക്ക് വിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ C1 is equal to C2 is equal to C3 എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? V is equal to 3Q by C എന്ന് കൊടുക്കാമല്ലോ. ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. സോ 3Q by C. So V is equal to V is equal to 120 volt എന്ന് തന്നിട്ടുണ്ട്. So that is 3Q by C is equal to 120 volt. So അതിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? Q by C കണ്ടുപിടിച്ചാൽ മതി. ഈ V എന്ന് പറയുന്നത് Q by C ആണ്. അത് ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് Q by C ആണ്. അപ്പോൾ Q by C കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ ആയി 7, 4. So Q by C is equal to 40 volt. അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്? ഓരോന്നിലൂടെയുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? That is going to be 40 volt. Okay, it's going to be 40 volt. V1 ആവട്ടെ, V2 ആവട്ടെ, V3 ആവട്ടെ, എല്ലാം സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ. ഓരോ കപ്പാസിറ്ററിനെയും അക്രോസ് ഉള്ള ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത്. Q by C എന്ന് എടുക്കാൻ കാര്യം എന്താണ്? C സെയിം ആയതുകൊണ്ടാണ്. V എന്ന് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? V1, V2, V3 ഒക്കെ എന്താ വരുന്നത്? സെയിം ആണ്. അതുകൊണ്ടാണ് V എന്ന് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതിലൊരു നിങ്ങൾക്ക് ടോട്ടൽ വിയും അല്ലെങ്കിൽ അതായത് ഓരോ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വിയും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ V പ്രൈം എന്നൊന്ന് കൊടുക്കാം. ഓക്കെ, V പ്രൈം ഇവിടെയും കൊടുക്കാം. V പ്രൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ the potential difference through each single capacitor. ക്ലിയർ ആണല്ലോ? V prime is equal to 40 volt. ഓരോ കപ്പാസിറ്ററിൽ കൂടിയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് 40 വോൾട്ട്. ഓക്കെ, അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് സമാന്തര രീതിയിൽ കണക്ട് ചെയ്യുമ്പോഴുള്ള കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷൻ ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് ഇത്തരത്തിൽ കണക്ട് ചെയ്തിരിക്കുന്നത്? എല്ലാ പ്ലേറ്റും ഒരു കോമൺ പോയിന്റിലേക്ക്, 3 കപ്പാസിറ്ററിനെയും ഓരോ പ്ലേറ്റ് എയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും ഈ സൈഡിലെ പ്ലേറ്റുകൾ കോമൺ ആയിട്ട് ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് സച്ച് ദാറ്റ് one plate of each capacitor is connected to a common point A and all other plates are connected to another common point B. ഓക്കെ, അപ്പോൾ ആ കണക്ഷൻ മനസ്സിലായി. ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചാർജസ് ഡിഫറെൻ്റ് ആണ്. Q ഇസ് ഡിഫറെൻറ്റ്. ഓക്കെ, എന്താണ്? ആ ടോട്ടൽ ചാർജിനാണ് Q കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ചാർജ് ഇസ് ഡിഫറെൻറ്റ് ഫോർ ഈച്ച് കപ്പാസിറ്റർ. ചാർജ് ഇസ് ഡിഫറെൻറ്റ്, ഇറ്റ് ഈസ് നോട്ട് ദി സെയിം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിലൂടെയുള്ള ചാർജും എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ക്യൂവിൻ്റെ ഫോർമുല നമുക്ക് എഴുതാം. ടോട്ടൽ ചാർജ് നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ ചാർജ്. ഓക്കെ, ടോട്ടൽ ചാർജ് നമുക്ക് എഴുതാം. ടോട്ടൽ ചാർജ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? Q1 പ്ലസ് Q2 പ്ലസ് Q3 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ,
അപ്പോൾ ആ ടോട്ടൽ ചാർജിന് ഓരോന്നിലൂടെയുള്ള ചാർജ് നമുക്ക് എഴുതണം, ഓരോ കപ്പാസിറ്ററിൽ കൂടിയുള്ള ചാർജ് നമുക്ക് എഴുതണം. അപ്പം Q1 എങ്ങനെ എഴുതാം? C1V. ഓക്കെ, Q is equal to CV ആണ്. Q is equal to C1V. V എന്താണ്? പൊട്ടൻഷ്യൽ ഇവിടെ സെയിം ആണ്. Q2 എന്താണ്? ചാർജ് ത്രൂ ദ കപ്പാസിറ്റർ 2 which is equal to C2V. ചാർജ് ത്രൂ ദ കപ്പാസിറ്റർ 3 which is equal to C3V. ഓക്കെ, അപ്പോൾ ടോട്ടൽ ചാർജിന് നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ ചാർജിന് നമുക്ക് CV എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ CV is equal to C1V plus C2V plus C3V. സോറി, സോ V എന്താണ്? ക്യാൻസൽ ചെയ്യാം. V സെയിം ആണ് അല്ലേ, അത് ഒരേപോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ C ഈക്വൽ ടു നമുക്ക് എങ്ങനെ കിട്ടും? C1 plus C2 plus C3 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഇതാണ് പാരലൽ വരുമ്പോൾ ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഫോർമുല. ഇനി അപ് ടു n ഉണ്ടെങ്കിലോ C1 C2 C3 അപ് ടു Cn എന്നാണെങ്കിൽ നമുക്ക് ഫോർമുലയിലും അത് ഇൻക്ലൂഡ് ചെയ്യാം. C1 പ്ലസ് എല്ലാം എന്തേ വരുന്നുള്ളൂ? അഡീഷനേ വരുന്നുള്ളൂ. പ്ലസ് അപ് ടു Cn എന്ന് ചെയ്യുന്നതായിരിക്കും അവിടുത്തെ കപ്പാസിറ്റൻസ് ഫോർമുല എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി മനസ്സിൽ വെച്ചേക്കാൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ടാണ് ഇത്തരത്തിൽ നമ്മൾ കപ്പാസിറ്റൻസിനെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അപ്പോൾ കുറച്ചധികം വാല്യൂസ് ഉണ്ടെന്ന് കരുതുക. 2 picofarad, 3 picofarad, 4 picofarad. ഇവരുടെ കോമ്പിനേഷൻ എടുത്ത് കഴിയുമ്പോഴത്തേനും ഏറ്റവും ഹയസ്റ്റ് ഉള്ള കപ്പാസിറ്റൻസ് വാല്യൂ ഉള്ള കപ്പാസിറ്ററിൻ്റെ ഏറ്റവും ഹയസ്റ്റ് കപ്പാസിറ്റൻസ് വാല്യൂ ഉള്ളതാണ് ആർക്കാണ്? 2, 3, 4 ആണ് ഞാൻ പറഞ്ഞത്. 4 picofarad ആണ് അല്ലേ. ഓക്കെ, അപ്പം ഏതാണോ ഹയസ്റ്റ് കപ്പാസിറ്റൻസ് വാല്യൂ അതിനേക്കാളും കൂടുതലായിരിക്കും ആർക്കുണ്ടാവുക? അതിനേക്കാളും കൂടുതലായിരിക്കും ഇവിടുത്തെ മാക്സിമം കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് ആ കൂട്ടത്തിലുള്ള ഹയസ്റ്റ് കപ്പാസിറ്റൻസ് വാല്യൂവിനേക്കാളും ഹയർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തതായിട്ട് ഒരു ന്യൂമറിക്കലാണ്. എന്താ തന്നിരിക്കുന്നത്? 3 capacitences of capacitance 2 picofarad, 3 picofarad and 4 picofarad are connected in parallel. ഓക്കെ, ആൻഡ് അതിൻ്റെ എന്താ ചോദിച്ചിരിക്കുന്നത്? 2 പാർട്ട് ഉണ്ട്. എ പാർട്ടിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഇസ് ദി ടോട്ടൽ കപ്പാസിറ്റൻസ് ഓഫ് ദി കോമ്പിനേഷൻ. ഓക്കെ, അപ്പോൾ ടോട്ടൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് പാരലൽ കണക്ഷൻ ആണ് അല്ലേ. പാരലൽ കണക്ഷന് നമുക്കറിയാം ഫോർമുല എന്താണ്? സി. ഓക്കെ, ആ ഒരു സി എഫക്റ്റീവ് കപ്പാസിറ്റൻസ് പറയുന്നത് സി ഇസ് ഈക്വൽ ടു C1 പ്ലസ് C2 അത്തരത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കും. ഇപ്പോൾ എത്ര കപ്പാസിറ്റൻസ് ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഓക്കെ, എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? പാരലൽ ആയിട്ടാണ്. നമുക്ക് C1 എന്ന് എടുക്കാം. C1 is equal to 2 picofarad, C2 is equal to 3 picofarad, C3 is equal to 4 picofarad. പൈക്കോ എന്നാൽ എന്താണെന്നറിയാലോ? 10⁻⁻12 എന്നതിനെയാണ് നമ്മൾ പൈക്കോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ C എന്ത് വരുന്നു? C is equal to 2 plus 3 plus 4. ഓക്കെ, അപ്പോൾ എത്ര വരുന്നു? 9 picofarad ആണ് അതിൻ്റെ ആ ഒരു ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. എത്രയാണ്? 9 picofarad. ഓക്കെ, ഇനി നെക്സ്റ്റ് പാർട്ട്. Determine the charge on each capacitor. The combination is connected to a 100 volt supply. ഈ ഒരു കോമ്പിനേഷൻ 100 വോൾട്ട് സപ്ലൈയിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓരോ കപ്പാസിറ്ററിലെയും ചാർജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ എങ്ങനെയാണ് ചാർജിന് എന്താണ്? അത് സെയിം ആയിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. പാരലലിൻ്റെ കേസിൽ ചാർജ് എങ്ങനെയാണ്? ചാർജ് ഡിഫറെൻ്റ് ആണ്, അതിൻ്റെ പൊട്ടൻഷ്യൽ ആയിരിക്കും സെയിം അല്ലേ. അപ്പോൾ Q ഓരോ ചാർജ് എന്ന് പറഞ്ഞാൽ Q1 is equal to C1V, Q2 is equal to C2V, Q3 is equal to C3V. അപ്പോൾ ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ Q1 is equal to എന്താണ്? ചാർജ് ഓൺ C1. ഓക്കെ, അപ്പോൾ Q1 നമുക്ക് എഴുതാം. എന്താ നമുക്ക് എഴുതാൻ സാധിക്കുക? C1 എത്രയാണ്? നമുക്കിവിടെ നോക്കാം. C1 എന്ന് വെച്ചാൽ 2 picofarad, that is 2 into 10 raised to Q is equal to CV എന്നതാണ് ഫോർമുല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. Q is equal to CV. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം 2 into 10⁻⁻12 ഇൻറ്റു എന്താ വന്നിരിക്കുന്നത്? അവിടെ 100 വോൾട്ട് സപ്ലൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 100 which is equal to ഓക്കെ, അതിനെ 10 സ്ക്വയർ എന്നെടുത്തു കഴിഞ്ഞാൽ 2 into 10 raised to -12 പ്ലസ് 10. ഓക്കെ, അപ്പോൾ -10 എന്നായിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. ഇത്രയും കുളവുമ്പായിരിക്കും അവിടുത്തെ ചാർജിനെ അടുത്തത്. Q2 എഴുതണ്ടല്ലോ. Q2 എന്താണ്? ചാർജ് ഓൺ C2.
which is equal to എന്തായിരുന്നു 3 × 10⁻⁻12 × 10 സ്ക്വയർ, അതായത് അത്രയും വോൾട്ട് ആണ് കേട്ടോ. 10 സ്ക്വയർ വോൾട്ട് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടുത്തെ. അപ്പോൾ എന്ത് വരും 3 × 10⁻10 കുളോം. അടുത്തത് Q3 is equal to 4 × 10⁻12 ആണ് കേട്ടോ. -12 × 10 സ്ക്വയർ which is equal to എന്ത് വരുന്നു 4 × 10⁻10 കുളോം എന്ന് വരുന്നു. ഇതായിരിക്കും ഇവിടുത്തെ ഓരോ കപ്പാസിറ്ററിലും കൂടി ഒഴുകുന്ന ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇതെങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത്. കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സിൽ ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ N പാരലൽ പ്ലേറ്റ്സ്. ഓക്കെ, എങ്ങനെയാണെന്നിരിക്കുന്നത് N പാരലൽ പ്ലേറ്റ്സ്. ഓൾട്ടർനേറ്റീവ് പ്ലേറ്റ്സ് ഒരു പോസിറ്റീവ് ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഓൾട്ടർനേറ്റ് പ്ലേറ്റ്സ് എന്താണ് നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലാണ് N നമ്പർ ഓഫ് പാരലൽ പ്ലേറ്റ്സ് ഇത്തരത്തിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓൾട്ടർനേറ്റ് പ്ലേറ്റ്സ് കണക്റ്റഡ് ടു വൺ ടെർമിനൽ ആൻഡ് ഓൾ അതർ പ്ലേറ്റ്സ് കണക്റ്റഡ് ടു അനദർ ടെർമിനൽ. ഇതിനകത്ത് ഈ ഒരു കോമ്പിനേഷനിൽ എന്തായിരിക്കും അവിടുത്തെ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു n-1 × ε0a/d. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഫോർമുല വന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാനില്ല. ജസ്റ്റ് ഈ ഫോർമുല മാത്രം നോക്കി വെച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ ഇനി എക്സാമിന് ഇത്തരത്തിലുള്ള ഒരു ന്യൂമറിക്കൽ കുറേയധികം കപ്പാസിറ്റേഴ്സ് എങ്ങനെയാണ് പാരലൽ ആയിട്ടുള്ള പ്ലേറ്റ്സ് ഉണ്ടെന്നിരിക്കട്ടെ, അത്തരത്തിലുള്ള കപ്പാസിറ്റർ തന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഈ ഒരു ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്താണ് ഫോർമുല? C is equal to n-1 ε0a/d. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് കപ്പാസിറ്ററിലെ എനർജി സ്റ്റോർഡിനുള്ള എക്സ്പ്രഷനാണ്. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷൻ പല കേസുകളിലായിട്ട് നമ്മൾ കണ്ടു. കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് തന്നെ എനർജി സ്റ്റോർ ചെയ്യാനായിട്ടാണ്. അപ്പോൾ എനർജി സ്റ്റോറിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? എന്താണ് ഈ എനർജി സ്റ്റോർഡ് എന്ന് പറയുന്നത്? അവിടെ എനർജി സ്റ്റോർ ചെയ്യാനായിട്ട്, കപ്പാസിറ്ററിൽ എനർജി സ്റ്റോർ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും അവിടെ ഒരു വർക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ വർക്ക് ഡൺ ആണ് അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആകുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെ റിക്കവർ ചെയ്യണമെങ്കിൽ, ആ ഒരു എനർജി റിക്കവർ ചെയ്യണമെങ്കിൽ അത് ഡിസ്ചാർജിങ്ങിൻ്റെ സമയത്തായിരിക്കും നമുക്ക് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ എക്സ്പ്രഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? വർക്ക് ഡണിൻ്റെ Q²/2c. വർക്ക് ഡൺ എന്ന് പറയുന്നത് തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ U is equal to Q²/2c എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് മറ്റ് രണ്ട് എക്സ്പ്രഷൻ എഴുതാൻ സാധിക്കുന്നത് നമുക്ക് നോക്കാം. അതിന് ചെറിയ ചില സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്താൽ മതി. Q is equal to CV എന്നുള്ളത് ഇവിടെ കൊടുക്കുക. ഓക്കെ, വർക്ക് ഡൺ ആണ്, അത് തന്നെയാണ് U എന്ന് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു? U എന്ന ടേം തന്നെ അവിടെ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ U is equal to C²V²/2c. അപ്പോൾ എന്ത് വരുന്നു? U is equal to ½ CV² എന്ന് നമുക്ക് ലഭിക്കുന്നു അല്ലേ? ഇനി മറ്റൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ആദ്യമേ QK ആണ് കൊടുത്തത്, ഇനി CQ കൊടുക്കാം. C is equal to Q/V എന്നത് കൊടുക്കാം. C is equal to Q/V. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് വരുന്നു? ഇതിലേക്ക് നമുക്ക് കൊടുക്കുമ്പോഴത്തേനും Q²/2 × Q/V. ഓക്കെ, U is equal to, അപ്പോൾ Qയും കട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എഴുതാം, ഇങ്ങനെ എഴുതാം, ½ which is equal to ½ QV. ക്ലിയർ ആണല്ലോ അല്ലേ? ½ QV. അപ്പോൾ എങ്ങനെയാണ്? ജസ്റ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടാണ് നമ്മൾ ആദ്യമേ കണ്ട ഇക്വേഷനെ ഇങ്ങനെ രണ്ട് മറ്റ് ഫോമിലാക്കി തന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ് നമുക്ക് ന്യൂമറിക്കലിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു പാരാമീറ്റർ, C ആണോ V ആണോ എന്നുള്ളതൊക്കെ നോക്കി അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? എന്താണ് വർക്ക് ഡൺ എന്നും അതിൻ്റെ എക്സ്പ്രഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും ക്ലിയർ ആയല്ലോ? അടുത്തതായി ഒരു ന്യൂമറിക്കൽ ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഫിഗർ ഷോസ് എ പാരലൽ പ്ലേറ്റ് എ കപ്പാസിറ്റർ ഓഫ് എ പ്ലേറ്റ് ഏരിയ 100 cm². ഓക്കെ, അപ്പോൾ 100 cm² ആണ് പ്ലേറ്റിൻ്റെ വിസ്തീർണ്ണം വരുന്നത്. അതിൻ്റെ സെപ്പറേഷൻ 5 millimeter. ആ പ്ലേറ്റ്സ് തമ്മിലുള്ള ഒരു സെപ്പറേഷൻ എന്ന് വെച്ചാൽ 5 millimeter ആണ്. അങ്ങനെയെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 300 volt is established between its plates by a battery. ബാറ്ററി കൊണ്ട് 300 volt എന്ത് ചെയ്തിട്ടുണ്ട്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫിഗർ എങ്ങനെയാണ് വരുന്നത്? ഇത്തരത്തിലാണ്. ഒരു പ്ലേറ്റ് എർത്തും കൂടി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ കപ്പാസിറ്റൻസ് ആൻഡ് ചാർജ് ഓൺ ദി കപ്പാസിറ്റർ. കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏത് ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ C is equal to ε0a/d
ടി. ഓക്കെ, അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ഏരിയ എന്ന് പറയുന്നത് 100 cm² ആണ്. അതിന് നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേനും എങ്ങനെയാണ്? 100 × 10⁻² ആണ് സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. ഇവിടെ cm² ആണ്, അതുകൊണ്ട് തന്നെ 10⁻⁴ മീറ്റർ എന്ന് നമ്മൾ പറയണം. ഓക്കെ, അതുപോലെ തന്നെ ഡി സെപ്പറേഷൻ ഡിസ്റ്റൻസ് 5 mm ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? 5 × 10⁻³ എന്നാണ് വരുന്നത് അല്ലേ? അതും മീറ്ററിൽ തന്നെയാണ്. ഇതെന്താണ്? മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സി ഈസ് ഈക്വൽ ടു ε0 8.8 × 10⁻12 എന്ന് എടുക്കുന്നു, ഇൻറ്റു 100 × 10⁻⁴ ഡിവൈഡഡ് ബൈ 5 × 10⁻3. ഓക്കെ, ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടും വിച്ച് ഈസ് ഈക്വൽ ടു 17.6 × 10⁻12 ഫാരഡ്, അല്ലെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു 17.6 പൈക്കോ ഫാരഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി എന്തുകൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? ചാർജ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. Q ഈസ് ഈക്വൽ ടു സി വി. സി നമുക്ക് കിട്ടി അല്ലേ? വി എത്രയാണ്? 300 വോൾട്ട്. വി ഈസ് ഈക്വൽ ടു 300 വോൾട്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്താൽ മതി? 17.6 × 10⁻12 × 300 എന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും. ജസ്റ്റ് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുക. അപ്പോൾ 5.2 × 10⁻⁹ കുളോംബ് എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ചാർജും കണ്ടുപിടിച്ചിട്ടുണ്ട്, കപ്പാസിറ്റൻസും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ അടുത്ത പാർട്ടാണ്. എന്താ അവിടെ ഡിഫറൻസ് വന്നിരിക്കുന്നത്? ഡിസ്കണക്ടിങ് ദ ബാറ്ററി. ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ദ സ്പേസ് ബിറ്റ്വീൻ പ്ലേറ്റ് ഇസ് ഫിൽഡ് ബൈ എബണൈറ്റ്. അതിൻ്റെ ഇടയിലുള്ള സ്പേസ് എബണൈറ്റ് കൊണ്ട് ഫില്ല് ചെയ്തിരിക്കുന്നു. അവിടുത്തെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് വന്നിട്ടുണ്ട് K = 2.6. ദെൻ കാൽക്കുലേറ്റ് ദ കപ്പാസിറ്റൻസ് ആൻഡ് ചാർജ് ഓൺ ദി കപ്പാസിറ്റർ. ഓക്കെ, അപ്പോൾ ബാറ്ററിയുമായിട്ടുള്ള ബന്ധം ഇല്ലാതാക്കിയതിന് ശേഷം പ്ലേറ്റുകൾക്കിടയിലുള്ള സ്ഥാനത്ത് എബണൈറ്റ് നിറയ്ക്കുന്നുവെങ്കിൽ, ഓക്കെ, അപ്പോൾ എബണൈറ്റ് നിറയ്ക്കുന്നുവെങ്കിൽ മനസ്സിലായാലോ? എബണൈറ്റ് നിറയ്ക്കുന്നുവെങ്കിൽ കപ്പാസിറ്റൻസും കപ്പാസിറ്ററിലെ ചാർജും കണക്കാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന വ്യത്യാസം കപ്പാസിറ്റൻസ് ഫോർമുലയിൽ എന്തേ വരുന്നുള്ളൂ? K എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റും കൂടി കയറി വരുന്നു. ε0 A/d ഓൾറെഡി കണ്ടുപിടിച്ചല്ലോ, അതിൻ്റെ കൂടെ Kയും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നത് ഈ ക്വസ്റ്റ്യനിൽ വ്യത്യാസമുള്ളൂ. ഓക്കെ, 2.6 × 17.6 × 10⁻12 എന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ കിട്ടും 45.76 × 10⁻12 ഫാരഡ്, അല്ലെങ്കിൽ ഇത്രയും പൈക്കോ ഫാരഡ്. ക്ലിയർ ആണല്ലോ? എന്തേ വ്യത്യാസം വരുന്നുള്ളൂ? K എന്ന് പറയുന്ന ആ ഒരു കോൺസ്റ്റന്റും കൂടി ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഫോർമുലയിലുള്ള വ്യത്യാസം. ഇത് ഓൾറെഡി കണ്ടുപിടിച്ചുകൊണ്ടാണ് നമ്മൾ K മാത്രം അതിലേക്ക് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അതിനകത്ത് ചാർജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ചാർജ് കണ്ടുപിടിച്ചായിരുന്നു, കപ്പാസിറ്റൻസ് കണ്ടുപിടിച്ചായിരുന്നു. ഇവിടെ ഡയലക്ട്രിക് ആണ്, ഇവിടെ എബണൈറ്റ് ആണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ചാർജിന് എന്ത് വ്യത്യാസം വരും എന്നുള്ളതാണ്. ചാർജിന് വ്യത്യാസം വരാൻ കാര്യത്തിലേ ഉള്ളൂ, ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? Q = CV എന്നതാണ് ചാർജിൻ്റെ ഫോർമുല. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ അത് ഡിസ്കണക്ട് ചെയ്യുമ്പോഴത്തേനും എന്ത് സംഭവിക്കുന്നു? അവിടെ ചാർജിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. ചാർജ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. എപ്പോഴാണ്? വൈൽ വി ഡിസ്കണക്ട് ദി ബാറ്ററി. ഓക്കെ.